അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു നല്ല പണി കിട്ടിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണിയെ വകവയ്ക്കാതെ അൾജീരിയ ഇപ്പോൾ റഷ്യയുടെ Su-57 വാങ്ങിയിരിക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ Su-57 പറന്നുയർന്നു കഴിഞ്ഞു. അൾജീരിയൻ സ്രോതസ്സുകളിൽ നിന്നുള്ള 2 വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അതിൽ ഒരു വീഡിയോ റഷ്യൻ Su-57 യുദ്ധവിമാനം പറക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് വിദേശ മണ്ണിൽ പറക്കുന്ന ആദ്യത്തെ റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് ഇത്. ഇക്കഴിഞ്ഞ നവംബറിന്റെ തുടക്കത്തിൽ തന്നെ അൾജീരിയൻ വ്യോമസേനയിൽ 2 വിമാനങ്ങൾ പ്രവർത്തനക്ഷമമായതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ കരാറ് ആഗോള യുദ്ധവിമാന വിപണിയിലെ തന്നെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റഷ്യയുടെ ഏക പ്രവർത്തനക്ഷമമായ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Su-57 ആദ്യ കയറ്റുമതിയാണിത്. അതേപോലെ തന്നെ അമേരിക്കയുടെ F-35 ഒഴികെയുള്ള 5ാം തലമുറ യുദ്ധവിമാനത്തിനായുള്ള ആദ്യ കയറ്റുമതി കരാറുമാണ് ഇത്. ഇങ്ങനെ ഈ 5ാം തലമുറ യുദ്ധവിമാനം സ്വന്തമാക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ മുസ്ലിം രാജ്യമായി അൾജീരിയ മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പ്രവർത്തനക്ഷമമായ യുദ്ധവിമാനമായിരുന്നു അൾജീരിയയുടെ MiG-25 PD. ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഈ Su-57 ഉപയോഗിക്കുന്നത്. ഈ Su-57ന്റെ സൂപ്പർസോണിക് ക്രൂയിസ് ശേഷിയും ദീർഘദൂര എയർ-ടു-എയർ സ്ട്രൈക്ക് ശേഷിയുമാണ് അൾജീരിയയെ ആകർഷിച്ചിരിക്കുന്നത്. ഏകദേശം 14 Su-57 വിമാനങ്ങളാണ് അൾജീരിയ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഇവരുടെ MiG-29, Su-30 MK തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്ക് പകരമായിട്ട് കൂടുതൽ Su-57 വിമാനങ്ങൾ വാങ്ങുന്നത് പരിഗണിച്ചേക്കാം എന്നും റിപ്പോർട്ടുണ്ട്. ഈ Su-57 5 തരത്തിലുള്ള വ്യത്യസ്ത AESA റഡാറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവ വിമാനത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്നു എന്ന് വേണം പറയാൻ. ഏകദേശം 60 ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ ഇതിന് കഴിയും. ഈ റഡാറുകൾ മറ്റ് അൾജീരിയൻ വ്യോമസേനാ വിമാനങ്ങളെക്കാൾ നൂതനമാണ്. കൂടാതെ ഇതിന്റെ സ്റ്റെൽത്ത്, ഇലക്ട്രോണിക് യുദ്ധശേഷികൾ തുടങ്ങിയ ശത്രു നിയന്ത്രിത വ്യോമാതിർത്തിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും സാധിക്കും. ഇപ്പോൾ ഈ അൾജീരിയ കഴിഞ്ഞാൽ അടുത്തതായി Su-57 ആകർഷിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ആവട്ടെ ഏകദേശം കുറഞ്ഞത് 140 വിമാനങ്ങളുടെ ലൈസൻസ് നിർമ്മാണത്തിനുള്ള ചർച്ചകൾ സാങ്കേതിക ഘട്ടത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പ്രത്യേകമായി ഇഷ്ടാനുസൃതമാക്കിയ ഒരു വേരിയന്റിന്റെ സംയുക്ത വികസനവും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പരിഗണിക്കുന്നുമുണ്ട്. ഇത്തരം ഒരു വേരിയന്റ് അൾജീരിയ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെ ആകർഷിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ Su-57ന്റെ വികസനം ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കത് അൾജീരിയയിലേക്ക് കയറ്റുമതി ചെയ്യാനും കഴിയും. കാരണം അൾജീരിയയുടെ യുദ്ധവിമാനങ്ങളുടെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ 70ലധികം സുഖോയ് 30 MKA വിമാനങ്ങളാണ്. ഇവ നമ്മുടെ ഇന്ത്യ ഉപയോഗിക്കുന്ന സുഖോയ് 30 MKIയോട് വളരെയധികം സാമ്യമുള്ളതാണ്. അതേ രീതിയിൽ തന്നെ Su-30 MK വിജയകരമായി വികസിപ്പിച്ച് കസ്റ്റമൈസേഷൻ വഴി കയറ്റുമതി ചെയ്തതുപോലെ തന്നെ ഈ Su-57നെയും ഇഷ്ടാനുസൃതമാക്കി വികസനത്തിനും കയറ്റുമതിക്കും സമാനമായ ഒരു പാത തുറക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇവിടെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഭയം ഉയർന്നു വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്ക് Su-57നെ പേടിയാണ്. റഷ്യയിൽ നിന്ന് Su-57 യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിന് അൾജീരിയയ്ക്ക് അമേരിക്ക കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയും ചൈനയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണികൾ. ഇരു രാജ്യങ്ങളുടെയും പ്രവർത്തനങ്ങളിലും അവർക്കെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന നടപടികളിലും ഒക്കെ ഇത് കാണുന്നുമുണ്ട്. യുദ്ധത്തിൽ തകർന്ന റഷ്യയെ എല്ലാ വശങ്ങളിൽ നിന്നും വളയാൻ അമേരിക്ക ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികവും ഭൗമ രാഷ്ട്രീയമായ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അൾജീരിയയ്ക്കുമേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്ക നടത്തുന്നത്. അതായത് റഷ്യയുമായുള്ള ഈ പ്രതിരോധ കരാറാണ് ഇതിന് കാരണം. അൾജീരിയ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഈ സുഖോയ് 57 വാങ്ങിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അൾജീരിയയ്ക്ക് ഇപ്പോൾ അമേരിക്ക കർശനമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഈ കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അൾജീരിയയ്ക്ക് സാമ്പത്തികവും നയതന്ത്രപരവുമായ ഉപരോധങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആയുധ വാങ്ങൽ എന്ന് പറയുന്നത് ഒരു വെറും സൈനിക തീരുമാനമായിട്ട് മാത്രമല്ല, മറിച്ചിപ്പോൾ വൻ ശക്തികൾക്കിടയിലുള്ള നിലപാടിന്റെ ഒരു സൂചനയായി മാറിയിരിക്കുകയാണ്. 2026 ഫെബ്രുവരി 3 അമേരിക്കൻ സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ റോബർട്ട് പല്ലാഡിനോ അൾജീരിയ ഇങ്ങനെ ഈ Su-57 വാങ്ങിയത് വളരെയധികം ആശങ്കാജനകമാണ് എന്ന് പറഞ്ഞു. അതേപോലെ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയെ അനുവദിക്കുന്ന ക്യാറ്റ്സ നിയമപ്രകാരം ഈ ഇടപാടിന് അമേരിക്കൻ ഉപരോധങ്ങൾ ഏർപ്പെടുത്താമെന്നും പറഞ്ഞു. ഇവിടെയാണ് എന്തുകൊണ്ടാണ് അമേരിക്ക ഈ റഷ്യയുടെ Su-57 ഇത്രയധികം ഭയപ്പെടുന്നത്. ലോകമെമ്പാടും ഇപ്പോൾ നിലവിൽ 3 തരം യുദ്ധവിമാനങ്ങളാണ് സീരിയൽ നിർമ്മാണത്തിലുള്ളത്. ചൈനയുടെ J-20 മൈറ്റി ഡ്രാഗണും അമേരിക്കയുടെ F-35ഉം റഷ്യയുടെ Su-57ഉം. ഇതിൽ ചൈനയുടെ J-20 മൈറ്റി ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ചൈനയുടെ സാങ്കേതിക വിദ്യ അമേരിക്കയുടെയും റഷ്യയുടെയും സാങ്കേതിക വിദ്യയുടെ അത്രയും വിശ്വാസം ഇതുവരെ നേടിയിട്ടില്ല. കൂടാതെ തന്ത്രപരമായ കാരണങ്ങളാൽ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ചൈന ഈ യുദ്ധവിമാനങ്ങൾ വിതരണവും ചെയ്യത്തുള്ളൂ.
അങ്ങനെ വരുമ്പോൾ ചൈനയുടെ ഈ J-20 മൈറ്റി ഡ്രാഗണെ മാറ്റി നിർത്തിയാൽ പിന്നീട് 5ാം തലമുറ യുദ്ധ വിമാനത്തിലെ 2 ഓപ്ഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ F-35ഉം റഷ്യയുടെ സുഖോയ് 57ഉം മാത്രമാണ്. പ്രതിരോധ വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എങ്കിലും റഷ്യയിൽ നിന്നിപ്പോൾ കടുത്ത മത്സരം നേരിടുന്നു എന്ന് വേണം പറയാൻ. F-35നേക്കാൾ വളരെയധികം മികച്ച ഒരു യുദ്ധവിമാനമാണ് സുഖോയ് 57 എന്നത് പല പ്രതിരോധ വിദഗ്ധരും പ്രസ്താവിച്ചും കഴിഞ്ഞു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ഇപ്പോൾ റഷ്യയുടെ ഈ യുദ്ധവിമാനം ഉയർന്നു വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ F-35 ഫൈറ്റർ ജെറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും നിലവിലുണ്ട്. കൂടുതൽ കയറ്റുമതിക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എങ്കിലും പ്രതിരോധ വിപണിയിൽ സാബ് ഗ്രിപ്പൻ, റഫേൽ, Su-57 എന്നിവയിൽ നിന്ന് F-35 കടുത്ത മത്സരം നേരിടുന്നുണ്ട്. അതായത് കാനഡ നേരത്തെ F-35 ഫൈറ്റർ ജെറ്റുകൾക്കായി ഒരു കരാർ ഉണ്ടാക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സാബ് ഗ്രിപ്പൻ വാങ്ങാൻ പോവുകയാണ്. ഇതിനു പുറമെ F-35 വാങ്ങാൻ ആഗ്രഹിച്ച നിരവധി ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. എന്നാൽ ഇവരെല്ലാം ഇപ്പോൾ മറ്റു ചില വിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഇതും മാത്രമല്ല, അമേരിക്ക ഈ Su-57 ഇത്രയധികം ഭയക്കുന്നതിനുള്ള മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ അഭിപ്രായത്തിൽ റഷ്യയുടെ നൂതന യുദ്ധവിമാനങ്ങൾ വെറും ഒരു ബിസിനസ് അവസരം മാത്രമല്ല, റഷ്യയുടെ പ്രതിരോധ വ്യവസായത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ്. അതായത് പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാനും അമേരിക്കൻ സൈനിക ആധിപത്യത്തെ വെല്ലുവിളിക്കാനുമുള്ള ഒരു മാർഗമാണ് റഷ്യയുടെ ഈ യുദ്ധവിമാനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപാടുകളെ ഒരു ഭൗമ രാഷ്ട്രീയ ഭീഷണിയായിട്ടാണ് അമേരിക്ക കാണുന്നത്. ഈ 2017 അമേരിക്കയുടെ ഈ കാറ്റ്സ നിയമം നിലവിൽ വരുന്നത്. അതായത് ഇതിന്റെ കീഴിൽ റഷ്യയുമായുള്ള പ്രധാന ആയുധ ഇടപാടുകൾ, ബാങ്കിങ്, ധനകാര്യം, സാങ്കേതിക വിദ്യ എന്നിവയിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കും. 2019 തുർക്കി S-400 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ F-35 പ്രോഗ്രാമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അതിന്റെ ഫലമായി ഏകദേശം $1.4 ബില്യൺ തുർക്കിക്ക് നഷ്ടമുണ്ടായത്. അതേസമയം നമ്മുടെ ഇന്ത്യയും S-400 വാങ്ങിയിരുന്നു. എന്നാൽ US ഇവിടെ ഇതിനെ കൂടുതൽ തന്ത്രപരമായി പ്രധാനമായി കണക്കാക്കി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മേൽ ഇതിനുള്ള അനുമതി നൽകിയില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യ വീണ്ടും ഏകദേശം 140 Su-57 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അമേരിക്കയ്ക്ക് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വ്യാപാര കരാറിന് ശേഷം ഇന്ത്യ അടുത്തിടെ അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉപരോധങ്ങളുടെ വാൾ ഇന്ത്യക്ക് മേൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാറ്റ്സ നിയമം ഇന്ത്യക്ക് മേൽ അമേരിക്ക പ്രയോഗിക്കുമോ എന്നും കണ്ടറിയണം. റഷ്യക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കാനും അതേപോലെ തന്നെ റഷ്യയുടെ സഖ്യകക്ഷികളെ തന്ത്രപരമായി തകർക്കാനുമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ അൾജീരിയയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ നിന്ന് ഇത് വ്യക്തമാണ്. അതേപോലെ തന്നെ ഇതിനൊരു മറ്റൊരു ഉത്തമ ഉദാഹരണം തന്നെയാണല്ലോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കെതിരെ അമേരിക്ക തീരുവ ചുമത്തിയിരുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടയാൻ അമേരിക്ക ശ്രമിക്കുന്നത് ഇതാദ്യമായിട്ടുമല്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ അമേരിക്ക ഇന്ത്യയോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിനുള്ള അവസാനത്തെ മറുപടിയായിരുന്നു അമേരിക്ക ഇന്ത്യയുടെ മേൽ ചുമത്തിയ താരിഫ്. എന്നാൽ ചൈനയുമായുള്ള മത്സരത്തിന് തന്ത്രപരമായി തന്നെ ഒരു 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യക്ക് അത്രയധികം പ്രധാനപ്പെട്ടതുമാണ്. മറ്റു രാജ്യങ്ങളുടെ മേൽ അമേരിക്ക ആയുധമാക്കിയിരിക്കുന്ന കാറ്റ്സ നിയമം, തുർക്കിയെ കീഴടക്കാൻ ഉപയോഗിച്ച ആയുധം, ഇപ്പോൾ അൾജീരിയയ്ക്ക് വേണ്ടി ഭീഷണി മുഴക്കിയിരിക്കുന്ന ആയുധം, ഈ കാറ്റ്സ നിയമം അമേരിക്ക ഇന്ത്യക്ക് മേലും ഉപയോഗിക്കുമോ? ഇതിന്ത്യക്ക് ഒരു ഭീഷണിയായി മാറുമോ? അതെ, ആഗോള ശക്തി സന്തുലിതാവസ്ഥയുടെയും F-35ഉം Su-57ഉം തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെയും പ്രതിഫലനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.